അമ്മ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ അമ്മ എന്ന് വിളിച്ചുകൂടിയാണ്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതമൊഴി വീട്ടിലൊരാൾ ഇരിപ്പോട്ടെ. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അശ്വിൻ ഒരിക്കലും പറഞ്ഞാൽ എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛൻ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിച്ചാൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടേലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും അപ്പൊ ഞാൻ ആരെന്ന്. ഇപ്പൊ ഓമി വേറൊരാളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്റെ മകൻ വിളിച്ചാൽ അവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഒരു സെലിബ്രിറ്റി ആയ ദിയ കൃഷ്ണയുടെ ഒരു അഭിപ്രായം നമ്മൾ സോഷ്യൽ മീഡിയ വഴി മിക്കവരും കേട്ടിട്ടുണ്ടാവും. അത് ഇതാണ്: പ്രസവിച്ച അമ്മയെ മാത്രമേ അമ്മ എന്ന് വിളിക്കാവൂ, അല്ലാതെ വഴിയെ പോകുന്നവരെല്ലാവരെയും അമ്മായിയമ്മ ഉൾപ്പെടെ വഴിയെ പോകുന്നവരെല്ലാവരെയും അങ്ങനെ അമ്മ എന്ന് വിളിക്കേണ്ട എന്നുള്ള രീതിയിൽ ആൾ സംസാരിക്കുകയുണ്ടായി. പക്ഷേ വിളിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ അങ്ങനെ വിളിക്കുന്നവരെ പ്രാന്തന്മാരെന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും പ്രാന്തന്മാരെന്ന് വിളിക്കാം അല്ലേ? വിളിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ആൻറ്റി എന്ന് വിളിക്കാം, ഇനി അമ്മ എന്ന് തന്നെ വിളിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഭർത്താവിൻ്റെ അമ്മയെ എന്ത് ഇഷ്ടമുള്ള വിളിക്കാം. അത് മാത്രമല്ല, ഇവർ വിളിക്കില്ല എന്ന് മാത്രമല്ല, മകൾ ഇനി ഭാവിയിൽ അവരുടെ അമ്മായിയമ്മേനെ അമ്മ എന്ന് വിളിച്ച് അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അമ്മ എന്ന് വിളിച്ച് കേട്ടാൽ ഇവർക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും കഷ്ടം തന്നെ. ഇത് സോഷ്യൽ മീഡിയയാണ്. സെലിബ്രിറ്റികളായിട്ടുള്ളവരാണെങ്കിലും ആരാണെങ്കിലും വന്നിരുന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ എന്താണെന്ന് ശ്രദ്ധിച്ച് പറയുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ എയറിൽ പോകും. ഇതിപ്പോൾ സംഭവം കുറേ നാളായി. ഇത് സംഭവം കുറേ ദിവസം മുന്നേ നടന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തു. അതുപോലെ ഞാനും എൻ്റെ വീഡിയോ ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ അമ്മ എന്നൊക്കെ വിളിക്കുന്നതോ അമ്മയെന്നോ ആൻറ്റിയെന്നോ ഒക്കെ വിളിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ വിളിക്കുന്നവരെ ആക്ഷേപിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. അതൊക്കെ അത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലോ. പിന്നെ പ്രാന്തന്മാരെന്ന ഗണത്തിലൊന്നും പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്ന വാക്ക് അത്രയും പരിശുദ്ധമായൊരു വാക്കാണ്. അത് നമ്മൾ റെസ്പെക്റ്റോടു കൂടി ഇത്രയും മുതിർന്ന ആരെ വേണമെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞ് പ്രസവിച്ച അമ്മയ്ക്ക് പ്രസവിച്ച അമ്മയുടേതായ സ്ഥാനമുണ്ട്. ഇനിയിപ്പോൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവുന്നതും ഇല്ല. അവരുടേതായ കടമകളും കാര്യങ്ങളൊക്കെ ചെയ്താലേ പ്രസവിച്ചിട്ട് വഴിയിൽ കുഞ്ഞിന് പോകുന്നവരെ ആ അമ്മ എന്ന പദത്തിന് പോലും അർഹതയില്ലാത്തവരും മരണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളത് വിളിക്കാം. അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പരിശുദ്ധമായ അമ്മമാർ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ആരാണ് അമ്മ? അവിടുത്തെ ആയമാരാണ് അമ്മ. അവരവരെ അമ്മ എന്ന് വിളിച്ചാണ് വളരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ കുറച്ച് ലോകത്തെ കുറച്ചുകൂടി മനസ്സിലാക്കുക. ഒരുപാട് കഷ്ടപ്പെടുന്നവരും അമ്മ ഇല്ലാതെ ജീവിക്കുന്നവരും എല്ലാവരും ഉള്ള നമ്മുടെ നാടാണ്. അശ്വിൻ ഒരിക്കലും പറഞ്ഞാൽ എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛൻ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിച്ചാൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടേലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും അപ്പൊ ഞാൻ ആരെന്ന്. ഇപ്പൊ ഓമി വേറൊരാളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്റെ മകൻ വിളിച്ചാൽ അവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. നിനക്കൊരു അമ്മയുണ്ട്, എനിക്കൊരു അമ്മയുണ്ട് എന്ന് പറയുന്നത് അത് അഹങ്കരിച്ച് പറയേണ്ട കാര്യമില്ല. അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ആ ഒരു അമ്മ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യം തന്നെ. എല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു അമ്മയുണ്ട് എന്ന് പറയുന്നത് അത് ദൈവം നിനക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുക. അല്ലാതെ അത് അഹങ്കാരം, നിൻ്റെ ക്രെഡിറ്റായിട്ട് ഒരിക്കലും കാണരുത്. നമ്മുടെ സ്വന്തം ക്രെഡിറ്റായിട്ട് അത് കാണുകയേ ചെയ്യരുത്. അഹങ്കരിക്കരുത് ഒന്നിലും. എനിക്ക് വിളിക്കാൻ എൻ്റെ സ്വന്തം പ്രസവിച്ച അമ്മയുണ്ട്, വേറെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ അതില്ലാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവും. പിന്നെ ഇവർ എന്തൊക്കെ വന്നാലും അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് അവരുടെ അമ്മയെ കയറി അമ്മയെന്ന് വിളിച്ചാലും അത് പ്രാന്താണോ എന്ന് ചോദിക്കുമെന്നും പറയുന്നുണ്ട്. അതൊക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ അമ്മായിയമ്മ ഒരിക്കലും വഴിയെ പോകുന്ന ഒരാളല്ല. വഴിയെ പോകുന്നവരാരെയും അമ്മ എന്ന് വിളിക്കാൻ തനിക്ക് പറ്റില്ല എന്നും കൂടി ആ ലേഡി പറയുന്നുണ്ട്. അമ്മായിയമ്മ ഒരിക്കലും വഴിയെ പോകുന്ന ആളല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ എല്ലാ സന്തോഷങ്ങളിലും യാത്രകളിലും ഒക്കെ എല്ലാത്തിനും കൂടുതൽ ഒരു ഭർത്താവ് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് അത് ആ അമ്മയുടെ വയറ്റിൽ പിറന്ന മകനാണ്. അപ്പോൾ ഈ വഴിയെ കൂടി പോകുന്നവരുടെ ഗണത്തിൽ സ്വന്തം അമ്മായിയമ്മേനെ പെടുത്തേണ്ട കാര്യമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.